ഹായ് ഹലോ നമസ്കാരം. സഹകാരി റൈസ് പ്ലസിന്റെ മറ്റൊരു കറണ്ട് അഫയേഴ്സ് ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ക്ലാസ് എന്ന് പറയുന്നത് പിന്നെയും നമ്മുടെ ബഹിരാകാശവുമായി ബന്ധപ്പെട്ടത് തന്നെയാണ്. നമുക്ക് ഒരിക്കലും സ്കിപ്പ് ചെയ്യാൻ പറ്റില്ല ഇതൊക്കെ നമ്മൾ PSC പഠിക്കുന്ന എല്ലാവർക്കും വളരെ ആവശ്യമായിട്ടുള്ള പോയിന്റുകളാണ്. അപ്പോൾ ഇന്ന് എന്താണെന്ന് നോക്കാം, ക്ലാസ്സിലേക്ക് കിടക്കാം. മസ്കിന്റെ റോക്കറ്റിൽ ഇന്ത്യൻ ജിസാറ്റ് ഭ്രമണപഥത്തിൽ. അപ്പോൾ ഇലോൺ മസ്കിനെ പറ്റി ആർക്കും പറഞ്ഞു കൊടുക്കണ്ട, നമ്മളൊക്കെ എല്ലാവർക്കും അറിയാം. ക്ലാസ് കണ്ടിന്യൂസ് ആയിട്ട് കണ്ടിരിക്കുന്ന എല്ലാവർക്കും എന്തായാലും ഇലോൺ മസ്ക് ആരാണെന്ന് അറിയാം. അപ്പോൾ നമ്മുടെ മസ്കിന്റെ റോക്കറ്റിൽ ഇന്ത്യൻ ജിസാറ്റ് ഭ്രമണപഥത്തിൽ എത്തിയിരിക്കുകയാണ്. എന്താണെന്ന് നോക്കാം. അമേരിക്കൻ ബഹിരാകാശ ഭീമൻ ഇലോൺ മസ്കിന്റെ സ്പേസ് എക്സ് കമ്പനിയുടെ, ഇപ്പോൾ ഇലോൺ മസ്കും സ്പേസ് എക്സുമാണ് നമ്മുടെ സ്പേസിൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഫേമസ് ആയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇലോൺ മസ്കിന്റെ സ്പേസ് എക്സ് കമ്പനിയുടെ ഫാൽക്കൺ റോക്കറ്റിൽ ഇന്ത്യൻ വാർത്താവിനിമയ ഉപഗ്രഹമായ ജിസാറ്റ് 20 വിക്ഷേപിച്ച് ചരിത്രം കുറിച്ച് ISRO. അപ്പൊ എന്താണ് ഫാൽക്കൺ റോക്കറ്റിൽ സ്പേസ് എക്സ് കമ്പനിയുടെ ഫാൽക്കൺ റോക്കറ്റിൽ നമ്മുടെ ഇന്ത്യയുടെ വാർത്താവിനിമയ ഉപഗ്രഹമായ G20 വിക്ഷേപിച്ചിരിക്കുകയാണ്. അപ്പോൾ ആദ്യമായിട്ടാണ് ഒരു അമേരിക്കൻ റോക്കറ്റിൽ ഇന്ത്യൻ ഉപഗ്രഹം വിക്ഷേപിക്കുന്നത്. അപ്പോൾ ഇതാണ് ഇവിടുത്തെ പ്രത്യേകത. ആദ്യമായിട്ട് ഒരു അമേരിക്കൻ റോക്കറ്റിൽ ഇന്ത്യൻ ഉപഗ്രഹം വിക്ഷേപിച്ചിരിക്കുകയാണ്. അത് ആരുടേതിലാണ്? നമ്മുടെ ഇലോൺ മസ്കിന്റെ സ്പേസ് എക്സ് കമ്പനിയുടെ ഫാൽക്കൺ റോക്കറ്റിലാണ്. നമ്മുടെ വാർത്താവിനിമയ ഉപഗ്രഹമായ G20 ആണ് വിക്ഷേപിച്ച് ഈ ചരിത്രം കുറിച്ചിരിക്കുന്നത്. ഫ്ലോറിഡയിലെ കേപ്പ് കനാവറിലുള്ള സ്പേസ് കോംപ്ലക്സ് 40യിൽ നിന്നായിരുന്നു വിക്ഷേപണം. അപ്പൊ എവിടെയായിരുന്നു? ഫ്ലോറിഡയിലെ കേപ്പ് കനാവറിലുള്ള സ്പേസ് കോംപ്ലക്സ് 40യിൽ നിന്നാണ് വിക്ഷേപിച്ചത്. ബാംഗ്ലൂരിലെ ISROയുടെ ബ്യാലാലുവിലെ ടെലിമെട്രി ആൻഡ് ട്രാക്കിംഗ് കമാൻഡ് നെറ്റ്വർക്ക് നിയന്ത്രണം ഏറ്റെടുത്തു. അപ്പോൾ ഇതിന്റെ നിയന്ത്രണം ആരാണ് ഏറ്റെടുത്തിരിക്കുന്നത്? ബാംഗ്ലൂരിലെ ISROയുടെ ബ്യാലാലുവിലെ ടെലിമെട്രി ആൻഡ് ട്രാക്കിംഗ് കമാൻഡ് നെറ്റ്വർക്ക് ആണ് ഇതിന്റെ നിയന്ത്രണം ഏറ്റെടുത്തിരിക്കുന്നത്. 4000 കിലോഗ്രാം വരെ ഭാരമുള്ള ഉപഗ്രഹങ്ങൾ മാത്രമാണ് നമുക്ക് ഇന്ത്യയിൽ നിന്ന് വിക്ഷേപിക്കാനാകുന്നത്. എത്രയാണ്? 4000 കിലോഗ്രാം വരെ ഭാരമുള്ള ഉപഗ്രഹങ്ങൾ മാത്രമാണ് ഇന്ത്യയിൽ നിന്ന് വിക്ഷേപിക്കുന്നത്. GSLV മാർക്ക് 3 റോക്കറ്റിന് അത്രയും ശേഷിയേ ഉള്ളൂ. അപ്പൊ നമ്മുടെ GSLV മാർക്ക് 3 റോക്കറ്റിനൊക്കെ അത്രയും ശേഷിയേ ഉള്ളൂ എന്നുകൂടി ഓർത്തിരിക്കുക. കൂടുതൽ ഭാരമുള്ള ഉപഗ്രഹങ്ങൾ യൂറോപ്യൻ സ്പേസ് ഏജൻസിയുടെ ഏരിയൻ റോക്കറ്റുകളിലാണ് വിക്ഷേപിച്ചിരുന്നത്. അപ്പൊ നമ്മൾ കൂടുതൽ 4000 കിലോഗ്രാമിൽ കൂടുതൽ ഭാരമുള്ള റോക്കറ്റുകൾ യൂറോപ്യൻ സ്പേസ് ഏജൻസിയുടെ ഏരിയൻ റോക്കറ്റുകളിലാണ് നാളിന്ന് വരെ വിക്ഷേപിച്ചിരുന്നത്. ഇത് ആദ്യമായിട്ടാണ് ഒരു അമേരിക്കൻ കമ്പനിയുടെ റോക്കറ്റ് ഇന്ത്യയുടെ ഉപഗ്രഹം പറക്കുന്നത് എന്നുകൂടി ഓർത്തിരിക്കുക. അപ്പോൾ എന്താണ് ജിസാറ്റ് 20യുടെ പ്രത്യേകതകൾ എന്താണെന്ന് നമുക്ക് നോക്കാം. പൂർണ്ണമായും വാണിജ്യ അടിസ്ഥാനത്തിലുള്ള അത്യാധുനിക വാർത്താവിനിമയ ഉപഗ്രഹമാണ് ജിസാറ്റ് 20. അപ്പോൾ ജിസാറ്റ് 20 പൂർണ്ണമായും വാണിജ്യാടിസ്ഥാനത്തിലുള്ള അത്യാധുനിക വാർത്താവിനിമയ ഉപഗ്രഹമാണ്. ഇതിന് മറ്റൊരു പേരുണ്ട്. എന്താണ്? ജിസാറ്റ് N2 എന്നുകൂടി ഇതിന് പേരുണ്ട്. 4000 കിലോഗ്രാമിൽ കൂടുതലാണെന്ന് നമുക്കറിയാം. അത് എത്രയാണ്? 4700 കിലോഗ്രാം ആണ്. 4700 കിലോഗ്രാം ആണ് ഇതിന്റെ ഭാരം. ആയുസ് എന്ന് പറയുന്നത് 14 വർഷമാണ്. അപ്പോൾ 14 വർഷം നമുക്ക് ഒരു വാർത്താവിനിമയ ഉപഗ്രഹമായി ജിസാറ്റ് 20 നമുക്ക് ഉപയോഗിക്കാം. ഇന്ത്യയുടെ വിദൂര പ്രദേശങ്ങളിൽ ബ്രോഡ്ബാൻഡും വിമാനങ്ങളിൽ ഇന്റർനെറ്റും ലഭ്യമാകും. അപ്പോൾ ഇന്ത്യയുടെ വിദൂര പ്രദേശങ്ങളിൽ ബ്രോഡ്ബാൻഡും വിമാനങ്ങൾ ഇന്റർനെറ്റും ലഭ്യമാക്കുന്ന പദ്ധതി കൂടിയാണ് ജിസാറ്റ് 20. സ്മാർട്ട് സിറ്റി പദ്ധതികൾക്ക് ഇത് വളരെ പ്രയോജനമാണ്. ഗാമ ബാൻഡ് ഫ്രീക്വൻസി മാത്രം ഉപയോഗിക്കുന്ന ISROയുടെ ആദ്യ ഉപഗ്രഹമാണ്. അപ്പൊ പ്രത്യേകത ഒരുപാടുണ്ട്. ഗാമ ബാൻഡ് ഫ്രീക്വൻസി മാത്രം ഉപയോഗിക്കുന്ന ISROയുടെ ആദ്യ ഉപഗ്രഹം കൂടിയാണ് നമ്മുടെ ജിസാറ്റ് 20 എന്ന് പറയുന്നത്. എന്താണ്? ഗാമ ബാൻഡ് ഫ്രീക്വൻസി മാത്രം ഉപയോഗിക്കുന്ന ISROയുടെ ആദ്യ ഉപഗ്രഹമാണ് ജിസാറ്റ് 20. അടുത്തെന്താണെന്ന് നോക്കാം. ഭൂഗർഭ ജല വിനിയോഗത്തിന് കേന്ദ്രത്തിന്റെ ഭൂനീർ പോർട്ടൽ. അപ്പോൾ പോർട്ടലുകളും പദ്ധതികളും നമുക്ക് എപ്പോഴും പറയുന്നത് പോലെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഭൂഗർഭ ജല വിനിയോഗത്തിന്റെ സമഗ്ര വിവരങ്ങളുമായി കേന്ദ്ര സർക്കാർ ഭൂനീർ പോർട്ടൽ തുറന്നു. എന്താണ് ആ പോർട്ടലിന്റെ പേര്? ഭൂനീർ പോർട്ടൽ. എന്തിനു വേണ്ടിയിട്ടാണ്? ഭൂഗർഭ ജല വിനിയോഗത്തിന്റെ സമഗ്ര വിവരങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഭൂനീർ പോർട്ടൽ തുറന്നിരിക്കുന്നത്.
കേന്ദ്ര ജലശക്തി മന്ത്രി ആരാണ്? CR പാട്ടീൽ. ആരാണ്? CR പാട്ടീലാണ് കേന്ദ്ര ജൽശക്തി മന്ത്രി. അദ്ദേഹമാണ് ഈ പോർട്ടൽ ഉദ്ഘാടനം ചെയ്തത്. അപ്പോൾ ഇങ്ങനെയുള്ള സംഭവങ്ങൾ വരുമ്പോൾ എപ്പോഴും പറയുന്നത് പോലെ തന്നെ ആ വകുപ്പ് മന്ത്രിയെ കൂടി നമ്മൾ പഠിച്ചിരിക്കുക. ചിലയിടങ്ങളിൽ സഹമന്ത്രിമാരെയും ചോദിക്കുന്നുണ്ട്. അത് ഓരോ സെക്ഷൻ വരുമ്പോഴത്തേക്കും നമ്മൾ അതിന്റെ സഹമന്ത്രിയെ കൂടി പറഞ്ഞാണ് പോകുന്നത്. അപ്പോൾ ഇവിടെ നമ്മുടെ ജൽശക്തി മന്ത്രി ആരാണ്? കേന്ദ്ര ജൽശക്തി മന്ത്രി CR പാട്ടീലാണ്. അദ്ദേഹമാണ് ഈ ഭൂനീർ പോർട്ടൽ ഉദ്ഘാടനം ചെയ്തത്. രാജ്യമെങ്ങും ഭൂഗർഭജലത്തിന്റെ വിനിയോഗം സംബന്ധിച്ച നടപടികൾ ഏകോപിപ്പിക്കുന്നതിനാണ് ഈ പോർട്ടൽ. അപ്പോൾ എന്തിനു വേണ്ടിയിട്ടാണ് ഈ പോർട്ടൽ? രാജ്യമെങ്ങും ഭൂഗർഭജലത്തിന്റെ വിനിയോഗം സംബന്ധിച്ച നടപടിക്രമങ്ങൾ ഏകോപിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഭൂനീർ പോർട്ടൽ. നടയടച്ച് നദാൽ. കഴിഞ്ഞ ദിവസം നമ്മുടെ ആരാണ് എന്താണ് സെഗ്മെന്റിൽ റാഫേൽ നദാലിനെ പറ്റിയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് വളരെ കുറച്ച് പോയിന്റ്സ് മാത്രമാണ്, അത്രയും പോരാ. നമ്മുടെ വളരെ കാലം നീണ്ടുനിന്ന ഒരു ടെന്നീസ് ജീവിതമാണ് അദ്ദേഹം അവസാനിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തെ പറ്റി നമ്മൾ കൂടുതൽ അറിഞ്ഞിരിക്കണം. കാരണം നമ്മുടെ PSC ചോദിക്കുന്നത് സ്റ്റേറ്റ്മെന്റ് ചോദ്യമാണ്. നമ്മുടെ അറിയാമല്ലോ, നമുക്ക് ജോലി തരണമെന്ന് PSCക്ക് യാതൊരുവിധ താല്പര്യവുമില്ല, നമ്മുടെ മാത്രം ആവശ്യമാണ്. അപ്പോൾ എങ്ങനെയൊക്കെ ചോദിച്ചാലും നമുക്ക് എഴുതാൻ പറ്റണം. അപ്പോൾ റാഫേൽ നദാലിനെ പറ്റി എന്ത് ചോദിച്ചാലും നമുക്ക് എഴുതാൻ പറ്റണം. അപ്പം അതിന് വേണ്ടിയിട്ടാണ് ഈ ക്ലാസ്സിൽ നമ്മൾ ഈ റാഫേൽ നദാലിനെ പറ്റി ഉൾപ്പെടുത്തിയിരിക്കുന്നത്. എന്താണെന്ന് നോക്കാം. നടയടച്ച് നദാൽ. കാളക്കൂറ്റന്റെ കരുത്തുമായി ടെന്നീസ് കോർട്ടുകൾ കീഴടക്കിയ സ്പാനിഷ് താരം റാഫേൽ നദാൽ തന്റെ അവസാന മത്സരവും കഴിഞ്ഞ് റാക്കറ്റ് മാറ്റിവെച്ചു. അപ്പൊ എന്താണ്? അദ്ദേഹത്തിന്റെ അവസാന മത്സരവും കഴിഞ്ഞ് റാക്കറ്റൊക്കെ മാറ്റി വെച്ചിരിക്കുകയാണ്. അപ്പോൾ കാളക്കൂറ്റന്റെ കരുത്തുമായി എന്ന് പറയുമ്പോൾ എന്താണ്? നമ്മുടെ സ്പെയിന്റെ ഒരു വിനോദമാണ് എന്ത്? നമ്മുടെ കാളപ്പോര് നമ്മൾ ചില സിനിമകളിലൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പോൾ അതുമായി ബന്ധപ്പെടുത്തിയാണ് ഇത് പറഞ്ഞിരിക്കുന്നത്. നമ്മുടെ റാഫേൽ നദാൽ വിരമിച്ചിരിക്കുകയാണ്. നെതർലൻഡ്സിനെതിരായ ഡേവിസ് ക്വാർട്ടർ ഫൈനലിൽ എന്താണ്? നെതർലൻഡ്സിനെതിരായ ഡേവിസ് കപ്പ് അറിയാല്ലേ? ഡേവിസ് കപ്പ് ടെന്നീസുമായി ബന്ധപ്പെട്ടതാണ്. നെതർലൻഡ്സിനെതിരായ ഡേവിസ് ക്വാർട്ടർ ഫൈനലിൽ സ്പെയിന് വേണ്ടിയാണ് അവസാനമായി നദാൽ കോർട്ടിൽ ഇറങ്ങിയത്. അവസാന മത്സരം ഏത് കപ്പാണ്, ഏത് രാജ്യത്തിനെതിരെയാണ് എന്നൊക്കെ ചോദിക്കാറുണ്ട്. ഓർത്തിരിക്കുക, നെതർലൻഡ്സിനെതിരെയാണ്. ഡേവിസ് കപ്പിന്റെ ക്വാർട്ടർ ഫൈനലിലാണ് സ്പെയിന് വേണ്ടിയിട്ട് നെതർലൻഡ്സിനെതിരെ നമ്മുടെ റാഫേൽ നദാൽ കോർട്ടിൽ ഇറങ്ങിയത്. തന്റെ അവസാന മത്സരത്തിൽ നദാലും ക്വാർട്ടറിൽ ടീമും തോറ്റതോടെ 2 പതിറ്റാണ്ടോളം നീണ്ട നദാൽ ഉത്സവത്തിന് കൊടിയിറക്കമായി. അപ്പോൾ ഒരു തോൽവിയോടുകൂടിയാണ് അദ്ദേഹം തന്റെ കരിയർ അവസാനിപ്പിക്കുന്നത് എന്നുകൂടി ഓർത്തിരിക്കുക. കളിമൺ കോർട്ടിലെ രാജാവ് എന്നറിയപ്പെടുന്ന നദാൽ 22 ഗ്രാൻഡ് സ്ലാം കിരീടങ്ങൾക്ക് ഉടമയാണ്. അപ്പൊ നമുക്ക് എല്ലാവർക്കും അറിയാം, കളിമൺ കോർട്ടിലെ രാജാവ് എന്നാണ് റാഫേൽ നദാൽ അറിയപ്പെടുന്നത്. അദ്ദേഹം 22 ഗ്രാൻഡ് സ്ലാം കിരീടം നേടിയ വ്യക്തി കൂടിയാണ്. അപ്പൊ എത്ര ഗ്രാൻഡ് സ്ലാം എന്നൊക്കെ ചോദ്യം വരാം. നമുക്കിതെല്ലാം വളരെ ഇമ്പോർട്ടന്റ് ആണ്. റാഫേൽ നദാൽ നേടിയിരിക്കുന്നത് ആകെ 22 ഗ്രാൻഡ് സ്ലാം ആണ്. 22 ഗ്രാൻഡ് സ്ലാം കിരീടങ്ങളാണ് റാഫേൽ നദാൽ നേടിയിരിക്കുന്നത്. ഇതിൽ 14 എണ്ണവും കളിമൺ കോർട്ടാണ്. അപ്പോൾ 14 എണ്ണവും നേടിയിരിക്കുന്നത് കളിമൺ കോർട്ടിലാണ്. കളിമൺ കോർട്ട് ഏതാണ്? ഫ്രഞ്ച് ഓപ്പൺ ആണ് കളിമൺ കോർട്ടിലെ ഗ്രാൻഡ് സ്ലാം. ഇതിൽ 14 എണ്ണവും കളിമൺ കോർട്ടിലെ ഗ്രാൻഡ് സ്ലാം ആയ ഫ്രഞ്ച് ഓപ്പണിലാണ്. 4 തവണ US ഓപ്പൺ ചാമ്പ്യനായ നദാൽ 2 തവണ വീതം വിംബിൾഡണും ഓസ്ട്രേലിയൻ ഓപ്പണും നേടിയിട്ടുണ്ട്. അപ്പോൾ എല്ലാം തന്നെ നേടിയിട്ടുള്ള ഒരു വ്യക്തി കൂടിയാണ് റാഫേൽ നദാൽ. 4 തവണയാണ് US ഓപ്പൺ ചാമ്പ്യനായത്. 2 തവണ വീതം വിംബിൾഡണും ഓസ്ട്രേലിയൻ ഓപ്പണും നേടിയിട്ടുണ്ട്. നദാലിന്റെ മറ്റ് നേട്ടങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഗ്രാൻഡ് സ്ലാം കിരീടങ്ങൾ എത്രയാണ്? 22 ആണ്. 22 ഗ്രാൻഡ് സ്ലാം കിരീടങ്ങൾ. ഏറ്റവും കൂടുതൽ ഗ്രാൻഡ് സ്ലാം നേടിയ രണ്ടാമത്തെ താരമാണ് നമ്മുടെ റാഫേൽ നദാൽ. ഏറ്റവും കൂടുതൽ ഗ്രാൻഡ് സ്ലാമുകൾ നേടിയ രണ്ടാമത്തെ താരമാണ് റാഫേൽ നദാൽ എന്ന് പറയുന്നത്. 24 കിരീടങ്ങൾ നേടിയ നൊവാക് ദ്യോക്കോവിച്ച് ആണ് 1-ാം സ്ഥാനത്ത്. അപ്പോൾ 1-ാം സ്ഥാനത്ത് ആരെന്ന് കൂടി ഓർത്തിരിക്കുക. 24 കിരീടങ്ങളുമായിട്ട് നൊവാക് ദ്യോക്കോവിച്ച് ആണ് 1-ാം സ്ഥാനത്ത്. റാഫേൽ നദാൽ 22 ഗ്രാൻഡ് സ്ലാം കിരീടവുമായി 2-ാം സ്ഥാനത്താണ്. നൊവാക് ദ്യോക്കോവിച്ചും വിരമിച്ചിട്ടുണ്ട്. 20 കിരീടങ്ങളുമായി റോജർ ഫെഡറർ ആണ് 3-ാമത്. അപ്പൊ ഈ 3 പേരുകളും നമുക്ക് അറിയാവുന്നതാണ്. നൊവാക് ദ്യോക്കോവിച്ച്, റോജർ ഫെഡറർ, പിന്നെ ആരാണ്? റാഫേൽ നദാൽ. ഈ 3 പേരും നമുക്ക് ടെന്നീസുമായി ബന്ധപ്പെട്ട് വളരെയധികം അറിയാവുന്ന പേരുകളാണ്. അപ്പൊ ഇവർക്ക് 3 പേർക്കും തന്നെയാണ് ആ റെക്കോർഡുകൾ. 1-ാമത്തെ റെക്കോർഡ് ആർക്കാണ്? നൊവാക് ദ്യോക്കോവിച്ചിനാണ്. 2-ാമത്തേത് ആർക്കാണ്? നമ്മുടെ റാഫേൽ നദാലിനാണ്. 3-ാമത്തത് റോജർ ഫെഡറർ.
14 ഫ്രഞ്ച് ഓപ്പണുകൾ. അപ്പോൾ ആകെ നേടിയ ഫ്രഞ്ച് ഓപ്പണുകൾ ആകെ 22 ഗ്രാൻഡ് സ്ലാം നേടിയിട്ടുണ്ട്. അത് 14 എണ്ണവും ഏതാണ്? ഫ്രഞ്ച് ഓപ്പൺ ആണ്. ഏതൊക്കെ വർഷം? 2005, 2006, 2007, 2008, 2010, 11, 12, 13, 14, 17, 18, 19, 20, 22 കേട്ടോ. അപ്പൊ കണ്ടിന്യൂസ് ആയിട്ടാണ് ഒട്ടുമിക്ക ഫ്രഞ്ച് ഓപ്പണുകൾ നേടിയിട്ടുള്ളത്. 2005, 6, 7, 8, പിന്നെ ഏതാണ് 2010, 11, 12, 13, 14, അത് കഴിഞ്ഞ് 2017, 18, 19, 20, 22. അപ്പോൾ വെറുതെയാണോ കളിമൺ കോർട്ടിലെ രാജാവ് എന്ന് നമ്മുടെ റാഫേൽ നഡാലിനെ വിളിക്കുന്നത്? വെറുതെ അല്ല. അദ്ദേഹം കളിമൺ കോർട്ട് പൂർണ്ണമായിട്ടും സ്വന്തമാക്കിയ ഒരു വ്യക്തി കൂടിയാണെന്നുള്ള കാര്യം ഓർത്തിരിക്കുക. US ഓപ്പണുകൾ നേടിയത് എപ്പോഴൊക്കെയാണ്? 2010, 13, 17, 2019 വർഷങ്ങളിലാണ് US ഓപ്പണുകൾ നേടിയത്. 4 തവണയാണെന്ന് നമ്മൾ പറഞ്ഞു. വിംബിൾഡൺ 2008ലും 2010ലും, അത് 2 തവണയാണ്. നമ്മൾ പറഞ്ഞ കാര്യമാണ്. വിംബിൾഡൺ 2008, 2010 2 തവണ. ഓസ്ട്രേലിയൻ ഓപ്പണും 2 തവണയാണ്, 2009ലും 2022ലും. അപ്പോൾ നമുക്ക് ചോദിക്കാം, എന്താണ് കറണ്ട് അഫേഴ്സ് ആയിട്ട് വരാം. എന്താണ് 2022ലെ ഫ്രഞ്ച് ഓപ്പൺ നേടിയ താരം ഏത്? അപ്പൊ നമ്മൾ നോക്കുമ്പോൾ 2024 റീസെന്റ് അല്ല, കഴിഞ്ഞ 2 വർഷം മുന്നേ നടന്ന കാര്യമാണ്. ഇതെങ്ങനെ ഇത്രയും എന്താണ് കറണ്ട് അഫേഴ്സ് ആയിട്ട് ചോദ്യം വരാം എന്ന് വരാം. അപ്പോൾ നമ്മൾ പഠിക്കുന്നവർ വിചാരിക്കും അപ്പോൾ നമ്മൾ 2022ലെയും 2021ലെയും ഒക്കെ കറണ്ട് അഫേഴ്സ് നമ്മൾ അറിഞ്ഞിരിക്കണം അല്ലേ എന്ന് നമ്മുടെ മനസ്സിൽ വരാം. അതല്ല കാര്യം. എന്താണ് ഇപ്പൊ നമ്മുടെ റാഫേൽ നഡാൽ വിരമിച്ചിരിക്കുകയാണ്. അദ്ദേഹമാണ് 2022ലെ ഫ്രഞ്ച് ഓപ്പൺ നേടിയിരിക്കുന്നത്. അതുകൊണ്ടാണ് അങ്ങനെ ഒരു ചോദ്യം വരുന്നത്. 2022 വിട്ടിട്ട് വേണമെങ്കിൽ 2022 ചോദിക്കാം. 2020ലെ ഫ്രഞ്ച് ഓപ്പൺ കിരീടം നേടിയത് ആര് എന്ന് ചോദിക്കാം. അപ്പോൾ സാധാരണ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരാൾക്ക് എന്ത് ചെയ്യും? പെട്ടെന്ന് ടെൻഷൻ വരും. എന്താണ് കറണ്ട് അഫേഴ്സിൽ 2020 മുതലുള്ള കറണ്ട് അഫേഴ്സ് PSC ചോദിച്ചിരിക്കുന്നു. ഇവിടെ അതാണോ കാര്യം? ഇവിടെ അതല്ല കാര്യം. 2024ലെ കറണ്ട് അഫെയർ ആണത്. എന്തുകൊണ്ട്? 2024ൽ റാഫേൽ നഡാൽ വിരമിച്ചിരിക്കുന്നു. അദ്ദേഹമാണ് 2020ലെ ഫ്രഞ്ച് ഓപ്പൺ കിരീടം നേടിയത്. അതുകൊണ്ടാണ് ആ ക്വസ്റ്റ്യൻ അവിടെ വന്നത് എന്ന് നമ്മൾ ഓർക്കുക. അപ്പൊ ഇവിടെയാണ് 2020ലെയും 2019ലെയും ഒക്കെ കറണ്ട് അഫേഴ്സ് നമുക്ക് ഇമ്പോർട്ടന്റ് ആകുന്നത്. ഇത്തരത്തിലുള്ള റിലേറ്റഡ് ഫാക്റ്റ് ആണ് നമ്മൾ പഠിക്കേണ്ടത്. അപ്പൊ അല്ലെങ്കിൽ ചോദിക്കുക 2010ലെ US ഓപ്പൺ ആര് നേടി? 2010ലെ US ഓപ്പൺ നേടിയിരിക്കുന്നത് നമ്മുടെ റാഫേൽ നഡാൽ ആണ്. ഇങ്ങനെ ഒന്ന് കണക്ട് ചെയ്ത് ഓർത്തിരിക്കുക. ഓസ്ട്രേലിയൻ ഓപ്പൺ ചോദിക്കാം. 2022ലെ ഓസ്ട്രേലിയൻ ഓപ്പൺ നേടിയിരിക്കുന്നത് റാഫേൽ നഡാൽ ആണ്. അപ്പോൾ അദ്ദേഹം വിരമിച്ച സാഹചര്യത്തിൽ ഇങ്ങനെയുള്ളതൊക്കെ നമ്മൾ കൃത്യമായി ഓർത്തിരിക്കുക. 2019, 20, 22 ആർക്കാണ്? റാഫേൽ നഡാലിനാണ് ഫ്രഞ്ച് ഓപ്പൺ. 2019ലെ US ഓപ്പൺ, 2022ലെ ഓസ്ട്രേലിയൻ ഓപ്പൺ. അപ്പോൾ വിംബിൾഡൺ മാത്രമാണ് 2008, 2010 കുറച്ച് പഴയതാണ്. എന്നിരുന്നാലും എത്ര തവണ എന്ന് ചോദിക്കാൻ അവിടെ ചാൻസ് ഉള്ളൂ. ഈ 2019, 20, 22 ഈ വർഷങ്ങളിൽ അദ്ദേഹം നേടിയിട്ടുള്ള ഗ്രാൻഡ് സ്ലാം ഏതാണെന്ന് കൃത്യമായിട്ട് തന്നെ പഠിച്ചിരിക്കുക. CK നായിഡു ട്രോഫി കേരളത്തിന് ചരിത്ര വിജയം. അപ്പോൾ CK നായിഡു ട്രോഫി ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടതാണ്? ഏതാണ്? നമുക്കറിയില്ലെങ്കിൽ ഈ ചിത്രത്തിലോട്ട് നോക്കി പറയുക. ഏതാണത്? ക്രിക്കറ്റ് ആണ്. ക്രിക്കറ്റുമായി ബന്ധപ്പെട്ട ട്രോഫിയാണ് CK നായിഡു ട്രോഫി. അപ്പോൾ CK നായിഡു ട്രോഫി നേടി കേരളം ചരിത്ര വിജയം കുറിച്ചിരിക്കുകയാണ്. എന്താണെന്ന് നോക്കാം. CK നായിഡു ട്രോഫി ക്രിക്കറ്റ് തമിഴ്നാടിനെതിരെ ചരിത്രത്തിലെ ആദ്യ ജയം നേടി കേരളം. അപ്പോൾ CK നായിഡു ട്രോഫി ക്രിക്കറ്റിൽ തമിഴ്നാടിനെതിരെ പൊരുതി കേരളം ആദ്യത്തെ കിരീടം നേടിയിരിക്കുകയാണ്. വയനാട്ടിലെ കൃഷ്ണഗിരി സ്റ്റേഡിയം വേദിയായ മത്സരത്തിൽ ബാറ്റിംഗിലും ബൗളിംഗിലും നിറഞ്ഞാടിയ കേരളം 199 റൺസിനാണ് തമിഴ്നാടിനെ കീഴടക്കിയത്. ഇപ്പോൾ വേദികൾ നമുക്ക് ചോദിക്കാം. വയനാട്ടിലാണ് CK നായിഡു ട്രോഫി മത്സരം നടന്നത്. വയനാട്ടിൽ എവിടെ വെച്ചിട്ടായിരുന്നു? നമ്മുടെ കൃഷ്ണഗിരി സ്റ്റേഡിയത്തിലാണ് CK നായിഡു ട്രോഫി മത്സരം നടന്നത്. CK നായിഡു ട്രോഫിയിൽ കേരളത്തിന്റെ ആദ്യ ജയമാണ്. നേരത്തെ 11 തവണ നമ്മുടെ കേരളവും തമിഴ്നാടും തമ്മിൽ ഏറ്റുമുട്ടിയിട്ടുണ്ട്. അപ്പോഴൊക്കെ 8 തവണയും വിജയം തമിഴ്നാടിനായിരുന്നു. 3 മത്സരങ്ങൾ സമനിലയിലും പിരിഞ്ഞു. അപ്പോൾ ഇത് ആദ്യമായിട്ടല്ല കേരളം തമിഴ്നാടുമായി ഏറ്റുമുട്ടുന്നത്. ആകെ 11 തവണ കേരളവും തമിഴ്നാടുമായി ഏറ്റുമുട്ടിയിട്ടുണ്ട്. അതിൽ 8 തവണയും തമിഴ്നാട് വിജയിച്ചിട്ടുണ്ട്. 3 തവണ സമനിലയിലും പിരിഞ്ഞു. അപ്പോൾ കേരളത്തിന്റെ വിജയത്തിന് ഒരല്പം മധുരം കൂടും അല്ലേ? 11 തവണ നമ്മൾ തമിഴ്നാടുമായി പൊരുതിയിട്ടുണ്ട്. ആ 11 തവണയും നമുക്ക് വിജയിക്കാനായിട്ടില്ല. 8 തവണ തോൽക്കുകയും ചെയ്തു. 3 തവണയാണെങ്കിലോ സമനിലയും. അപ്പോൾ ഈ വിജയം ഇരട്ടി മധുരം നൽകുന്നത് തന്നെയാണ്. അപ്പോൾ എല്ലാവരും ഓർത്തിരിക്കുക,
CK നായിഡു ട്രോഫി കേരളത്തിനാണ് ലഭിച്ചിരിക്കുന്നത്. കേരളം തോൽപ്പിച്ചത് തമിഴ്നാടിനെയാണ്. കുറച്ച് മധുരം കൂടുതലാണ്. തമിഴ്നാടിനെയാണ് തോൽപ്പിച്ചിരിക്കുന്നത്. ഓർത്തിരിക്കേണ്ട മറ്റൊരു കാര്യം, CK നായിഡു ട്രോഫി ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഏതാണ്? ക്രിക്കറ്റ് ആണ്. അടുത്ത് നമുക്ക് മറ്റു ചില ആനുകാലിക വാർത്തകൾ നോക്കാം. കേന്ദ്ര ഫിഷറീസ് മന്ത്രാലയ പുരസ്കാരം. ഏറ്റവും മികച്ച മറൈൻ സംസ്ഥാനം കേരളം. അപ്പൊ എന്താണ്? കേന്ദ്ര ഫിഷറീസ് മന്ത്രാലയ പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു. രാജ്യത്തെ ഏറ്റവും മികച്ച മറൈൻ സംസ്ഥാനമായി തിരഞ്ഞെടുത്തിരിക്കുന്നത് കേരളത്തെയാണ്. ജില്ല ചോദിച്ചാൽ കൊല്ലം. ഏറ്റവും മികച്ച മറൈൻ ജില്ല ചോദിച്ചാൽ കൊല്ലമാണ്. സംസ്ഥാനം കേരളം. അടുത്തതൊരു അപ്പോയിന്റ്മെന്റ് ആണ്. K. സഞ്ജയ് മൂർത്തി. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു അപ്പോയിന്റ്മെന്റ് ആണ്. എല്ലാവരും തിരുത്തുക അല്ലെ. നമ്മുടെ അപ്പോയിന്റ്മെന്റ്സിൽ പറഞ്ഞിട്ടുള്ള ഈ കാര്യം എല്ലാവരും തിരുത്തി എഴുതി പഠിക്കുക. K. സഞ്ജയ് മൂർത്തി ഇന്ത്യയുടെ അടുത്ത കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ആകും. അപ്പോൾ ഇന്ത്യയുടെ അടുത്ത CAG കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ആകുന്ന വ്യക്തിയാണ് K. സഞ്ജയ് മൂർത്തി. മൂർത്തി ഗിരീഷ് ചന്ദ്ര മുർമുവിന്റെ പിൻഗാമിയാകും. അപ്പോൾ നമ്മുടെ സഞ്ജയ് മൂർത്തി ആരുടെ പിൻഗാമിയാവുകയാണ്? ഗിരീഷ് ചന്ദ്ര മുർമുവിന്റെ പിൻഗാമിയായിട്ടാണ് നിയമിക്കുന്നത്. നമുക്കറിയാം, ഒത്തിരി നാളായിട്ട് ഗിരീഷ് ചന്ദ്ര മുർമു ആണ് നമ്മുടെ കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ. അദ്ദേഹത്തിന്റെ പിൻഗാമിയായി എത്തുകയാണ് ആര്? K. സഞ്ജയ് മൂർത്തി. 170 kWh സൗരോർജ കാറ്റ് വൈദ്യുത നിലയമുള്ള രാജ്യത്തെ ആദ്യത്തെ സൗരോർജ ദ്വീപായി മാറുകയാണ് സുന്ദർബൻസിലെ ഖോരാമ ദ്വീപ്. അപ്പൊ എന്താണ്? 170 kWh സൗരോർജ കാറ്റ് വൈദ്യുത നിലയമുള്ള രാജ്യത്തെ ആദ്യത്തെ സൗരോർജ ദ്വീപായിട്ട് മാറുകയാണ് സുന്ദർബൻസിലെ ഖോരാമ ദ്വീപ്. പശ്ചിമ ബംഗാൾ തീരത്താണ് ഖോരാമ ദ്വീപ് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ഖോരാമ ദ്വീപ് എവിടെയാണ്? പശ്ചിമ ബംഗാൾ തീരത്താണ് ഖോരാമ ദ്വീപ് സ്ഥിതി ചെയ്യുന്നത് എന്ന് കൂടി ഓർത്തിരിക്കുക. അടുത്തത് ആരാണ്, എന്താണ് സെഗ്മെന്റ് ആണ്. അപ്പോൾ നമ്മൾ ക്ലാസ് റാഫേൽ നഡാലിനെ പറ്റി പറഞ്ഞപ്പോഴേ പറഞ്ഞു. കഴിഞ്ഞ ക്ലാസ്സിൽ ആരായിരുന്നു അത്? റാഫേൽ നഡാലിനെ പറ്റിയാണ് നമ്മൾ പറഞ്ഞത്. അപ്പോൾ ഇന്നൊരു ആസിഡിനെ പറ്റിയാണ്. എന്താണ് പോയിന്റ്സ് എന്ന് നോക്കാം. ശക്തിയേറിയ ഒരു ധാതു അമ്ലമാണിത്. അപ്പോൾ ശക്തിയേറിയ ഒരു ധാതു അമ്ലമാണ്. ഏത് ഗാഢതയിൽ വെച്ചും വെള്ളവുമായി ലയിക്കും. അപ്പോൾ ഏത് ഗാഢതയിൽ എടുത്താലും വെള്ളവുമായി ലയിക്കുന്ന ഒരു ആസിഡാണിത്. രാസപ്രവർത്തനം ഒരു താപമോചക പ്രവർത്തനമാണ്. അപ്പോൾ ഈ വെള്ളവുമായിട്ടുള്ള പ്രവർത്തനം ഇതെന്താണ്? ഒരു താപമോചക പ്രവർത്തനമാണ്. നമുക്കറിയാം, ആസിഡ് കുറച്ച് ഗാഢത കൂടുമ്പോൾ, അതിന്റെ കോൺസെൻട്രേഷൻ കൂടുമ്പോൾ ജലവുമായി പ്രവർത്തിക്കുമ്പോൾ എന്ത് ചെയ്യും? താപത്തെ പുറന്തള്ളും അല്ലെ. അടുത്ത് നമുക്ക് നിൽക്കാൻ പറ്റില്ല, നന്നായിട്ട് ചൂടടിക്കും, താപം പുറന്തള്ളും. അതെടുത്തിരിക്കുന്ന ബോട്ടിലൊക്കെ എന്ത് ചെയ്യും? ചൂട് പിടിക്കും. അപ്പോൾ ഈ പ്രവർത്തനമാണ് താപമോചക പ്രവർത്തനം. അപ്പോൾ ഈ ആസിഡിന്റെ ജലവുമായിട്ടുള്ള പ്രവർത്തനം, ജലവുമായി ലയിക്കുന്ന പ്രവർത്തനം എന്ന് പറയുന്നത് ഒരു താപമോചക പ്രവർത്തനമാണ്. രാസവ്യവസായത്തിൽ ഏറ്റവും അധികം ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന പദാർത്ഥങ്ങളിൽ ഒന്നാണ്. അപ്പോൾ രാസവ്യവസായങ്ങളിൽ ഏറ്റവും അധികം ഉൽപ്പാദിപ്പിക്കുന്ന പദാർത്ഥങ്ങളിൽ ഒന്നുകൂടിയാണ് ഇത്. ആസിഡുകളുടെ രാജാവ്, ഓയിൽ ഓഫ് വിട്രിയോൾ എന്നീ പേരുകളിൽ ഈ അമ്ലം അറിയപ്പെടുന്നു. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും പെട്ടെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഒരു പോയിന്റ് ഞാൻ ആരാണ് എന്താണ് സെഗ്മെന്റിലും ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇതിലിട്ടിരിക്കുന്നതാണ് ഏത്? രാസവസ്തുക്കളുടെ രാജാവ് അല്ലെങ്കിൽ ആസിഡുകളുടെ രാജാവ് എന്നറിയപ്പെടുന്നു. ഓയിൽ ഓഫ് വിട്രിയോൾ എന്നറിയപ്പെടുന്നു. ഏതാണിത്? ഏതാണ് ഈ ആസിഡ് എന്ന് എല്ലാവരും കമന്റ് ചെയ്യുക. ഏതാണ് ഈ ആസിഡ് എന്ന് എല്ലാവരും ദയവേത് കമന്റ് ചെയ്യുക. അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ ഇന്നത്തെ ക്ലാസ്. അടുത്ത ക്ലാസ്സിലൂടെ നമുക്ക് വീണ്ടും കാണാം. താങ്ക്